ഹായ് ഫ്രണ്ട്സ്, GST OMR ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചെയർപേഴ്സൺ ഓഫ് ദി GST കൗൺസിൽ ഈസ് ഓപ്ഷൻ എ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ, ബി യൂണിയൻ ഹോം മിനിസ്റ്റർ, സി സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റർ, ഡി നൺ ഓഫ് ദിസ്. ഇത്രയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ എ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററാണ്. അപ്പം നിലവിൽ നിർമ്മല സീതാരാമനാണ് GST കൗൺസിൽ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. GST കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും. GST കൗൺസിലിനെ കുറിച്ചുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 279A പ്രകാരമാണ്. ഈ ഒരു GST കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള പവർ ഇന്ത്യൻ പ്രസിഡൻറ്റിനാണ്. ഇന്ത്യൻ പ്രസിഡൻറ്റ് 2016 സെപ്റ്റംബർ 15 GST കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, അല്ല ഫോം ചെയ്തതെന്ന് പറയാം. അടുത്തത് GST കൗൺസിലിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ. യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ GST കൗൺസിലിലെ ഒരു മെമ്പറായിരിക്കും. അതോടൊപ്പം ചെയർപേഴ്സൺ എന്ന് പറയുന്നത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും. ഇപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനിൽ കണ്ടതാണ് ഇപ്പോഴത്തെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററായ നിർമ്മല സീതാരാമനാണ് ഇപ്പോഴത്തെ ചെയർപേഴ്സൺ. പിന്നീട് യൂണിയൻ മിനിസ്ട്രിയിൽ നിന്നും വരുന്നത് ദി യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് റവന്യൂ ഓർ ഫിനാൻസ്. ഈ പറഞ്ഞ രണ്ട് മിനിസ്റ്റേഴ്സും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് GST കൗൺസിൽ ഉണ്ടാകുന്നതാണ്. അടുത്ത മൂന്നാമത്തെ കാറ്റഗറി പറയുന്നത് ദി മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് ഓർ ടാക്സേഷൻ ഓർ എനി അതർ മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ ഈച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്. അവിടെ പറയുന്നത് ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും, ഇന്ത്യയിലുള്ള ഓരോ സംസ്ഥാനങ്ങൾക്കും അല്ലെ യൂണിയൻ ടെറിട്ടറീസിനും GST കൗൺസിലേക്ക് അവരുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഓരോ മിനിസ്റ്റേഴ്സിനെ നോമിനേറ്റ് ചെയ്യുക. ആ നോമിനേറ്റ് ചെയ്യുന്ന മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ ആ സംസ്ഥാനത്തെ ഫിനാൻസ് മിനിസ്റ്റർ, അല്ലെങ്കിൽ ടാക്സേഷൻ മിനിസ്റ്റർ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മിനിസ്റ്റർ, ആ സ്റ്റേറ്റ് നോമിനേറ്റ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും മിനിസ്റ്റർ. GST കൗൺസിലിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പം GST കൗൺസിലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്, നിങ്ങളെല്ലാവരും അത് കാണുക. നമുക്ക് അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. GST കൗൺസിൽ ക്യാൻ മേക്ക് റെക്കമെൻഡേഷൻസ് ഓൺ ഓപ്ഷൻ എ ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ബി എക്സംപ്റ്റഡ് ഫ്രം GST, ബി ടാക്സസ് സർചാർജസ് ടു ബി സബ്സ്യൂംഡ്, സി ഫിക്സേഷൻ GST റേറ്റ്, ഓപ്ഷൻ ഡി എബോവ് ഓൾ. ഇതിൽ നമുക്ക് ആൻസർ നോക്കാം. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എബോവ് ഓൾ ആണ്. GST ആയി ബന്ധപ്പെട്ട പല പ്രധാനപ്പെട്ട ഡിസിഷൻസും സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് GST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻസ് പ്രകാരമാണ്. GST കൗൺസിൽ പ്രൊവൈഡ് ചെയ്യുന്ന റെക്കമെൻഡേഷൻസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒന്ന് ഏതൊക്കെ ഇൻഡയറക്റ്റ് ടാക്സ് GSTയിലേക്ക് മർജ് ചെയ്യണം അല്ലെങ്കിൽ സബ്സ്യൂം ചെയ്യണം, അതേപോലെ തന്നെ ഏതൊക്കെ ഗുഡ്സ് ആൻഡ് സർവീസ് GST ലെവി ചെയ്യണം, അതേപോലെ തന്നെ GSTയിൽ നിന്നും എക്സംപ്റ്റ് ചെയ്യണം, അതേപോലെ തന്നെ പെട്രോളിയം പ്രോഡക്ട്സ് ഏത് ഡേറ്റ് മുതൽ GST ലെവി ചെയ്യണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ GST കൗൺസിൽ റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഫങ്ഷൻസ് ഓഫ് GST കൗൺസിൽ എന്നും പറഞ്ഞിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി നിങ്ങൾ ആ വീഡിയോ ഒന്ന് റെഫർ ചെയ്താൽ മതി. നമുക്കടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫങ്ഷൻസ് ഓഫ് GST നെറ്റ്വർക്ക് ഇൻക്ലൂഡ് ഓപ്ഷൻസ് എ ഫെസിലിറ്റേറ്റിംഗ് രജിസ്ട്രേഷൻ, ബി കമ്പ്യൂട്ടേഷൻ ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് IGST, സി മാച്ചിങ് ടാക്സ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വിത്ത് ബാങ്കിങ് നെറ്റ്വർക്ക്, ഡി എബോവ് ഓൾ. ഇതിലെ ആൻസർ ഡി എബോവ് ഓൾ ആണ്. ഈ പറഞ്ഞ മൂന്ന് ഫങ്ഷൻസും GSTN അല്ല GST നെറ്റ്വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ് GST നെറ്റ്വർക്ക് എന്നും അതേപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നും ഒന്ന് വളരെ ഷോർട്ടായിട്ട് നമുക്കൊന്ന് നോക്കാം. GSTൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് നെറ്റ്വർക്ക്. GSTN ഹാസ് ബീൻ ഇൻകോർപ്പറേറ്റഡ് ഓൺ 28 March 2013 അണ്ടർ സെക്ഷൻ 25 ഓഫ് ദി കമ്പനീസ് ആക്ട് 1956. 1956 കമ്പനീസ് ആക്ട് പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു ബോഡിയാണ് ഈ GSTN അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ നോട്ട് ഫോർ പ്രോഫിറ്റ്
as non-government private limited company similar to Section 8 of the Companies Act 2013. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു പ്രൈവറ്റ് കമ്പനി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും ഇത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. പ്രോഫിറ്റ് മേക്കിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയൊരു കമ്പനിയല്ല ഇത്. ഗവൺമെൻറ്റിനും അതേപോലെ തന്നെ ടാക്സ് പേയേഴ്സിനും ഈ GST ആയിട്ട് ബന്ധപ്പെട്ട IT ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കമ്പനിയാണ് ഈ GSTN എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ഗവൺമെൻറ് കമ്പനിയല്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രൈവറ്റ് കമ്പനിയാണെന്ന്. ഇവിടെ ലാസ്റ്റ് പോയിൻ്റ് പറയുന്നത് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 8 പ്രകാരമുള്ള കമ്പനീസിൻ്റെ അതേ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ GSTN. സെക്ഷൻ 8 കമ്പനീസ് എന്താണെന്നൊന്ന് ജസ്റ്റ് നോക്കാം. ഇവിടെ പറയുന്നത് വൺ ഹൂസ് ഒബ്ജക്റ്റീവ് ഈസ് ടു പ്രൊമോട്ട് ഫീൽഡ് ഓഫ് ആർട്സ്, കൊമേഴ്സ്, സയൻസ്, റിസർച്ച്, എഡ്യൂക്കേഷൻ, സ്പോർട്സ്, ചാരിറ്റി, സോഷ്യൽ വെൽഫെയർ, റിലീജിയൻ, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് അതർ സിമിലർ ഒബ്ജക്റ്റീവ്സ്. ഇതൊക്കെ നമുക്കറിയാം, ഈ ആക്ടിവിറ്റീസൊക്കെ ഒരു സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഫോം ചെയ്യുന്ന കമ്പനീസാണ് സെക്ഷൻ 8 കമ്പനീസ് എന്ന് പറയുന്നത്. ഈ കമ്പനീസിൻ്റെ ബേസിക് ഫീച്ചറാണ് ഏറ്റവും അവസാനത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. ദീസ് കമ്പനീസ് ഓൾസോ അപ്ലൈ ദെയർ പ്രോഫിറ്റ് ടുവേർഡ്സ് ദി ഫർദറൻസ് ഓഫ് ദെയർ കോസ് ആൻഡ് ഡു നോട്ട് പേ എനി ഡിവിഡൻഡ് ടു ദെയർ മെമ്പേഴ്സ്. ഇവർക്ക് ഇങ്ങനെയുള്ള സെക്ഷൻ 8 കമ്പനീസ് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് മെമ്പേഴ്സിന് ഡിവിഡൻ്റായിട്ട് കൊടുക്കില്ല. പകരം അവരുടെ ആക്ടിവിറ്റീസിന് അല്ല അവരുടെ ബിസിനസ്സിന് തന്നെ യൂസ് ചെയ്യാണ്, ആ കമ്പനീൻ്റെ തന്നെ. കാരണം ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മോട്ടീവ് അല്ല. അതുകൊണ്ട് തന്നെ ഈ കമ്പനീസ് മെമ്പേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നില്ല. നമ്മൾ ഈ ഒരു പോയിൻ്റ് പറഞ്ഞത് GSTN ഇപ്പോഴത്തെ പുതിയ കമ്പനീസ് ആക്ട് പ്രകാരം അതിലുള്ള സെക്ഷൻ 8 കമ്പനീസിന് ഈക്വലാണ്. GSTൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് IT ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സർവീസസ് ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്, ടാക്സ് പേയേഴ്സ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഫോർ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി GST. ഈ GSTയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഓൺലൈനായിട്ടാണ്. ഇപ്പം GST രജിസ്ട്രേഷൻ നടത്തുന്നത് ഓൺലൈനാണ്. അതേപോലെ തന്നെ റിട്ടേൺസ്, മന്ത്ലി റിട്ടേൺ, ക്വാർട്ടർലി റിട്ടേൺ, അതേപോലെ ആനുവൽ റിട്ടേൺ, ഇതൊക്കെ സബ്മിറ്റ് ചെയ്യുന്നത് ഓൺലൈനായിട്ടാണ്. അതേപോലെ തന്നെ പേയ്മെൻറ്റ് നടത്തുന്നത് ഓൺലൈനായിട്ടാണ്. അങ്ങനെ അതിന് വേണ്ട ഈ IT ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ GSTൻ്റെ ബേസിക് ഫങ്ഷൻ എന്ന് പറയുന്നത്. GSTൻ്റെ ഫങ്ഷൻസിൻ്റെ ഒരു ലിസ്റ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ നോക്കാം. സർവീസസ് ഓഫ് GST നെറ്റ്വർക്ക് ഇൻക്ലൂഡ് ഓപ്ഷൻസ്: എ റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രോസസ്സിംഗ്, ബി ഫിക്സിംഗ് ത്രഷ്ഹോൾഡ് ലിമിറ്റ് ഓഫ് ടേൺ ഓവർ, സി ഇൻവോയ്സിംഗ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്, ഡി നൺ ഓഫ് ദിസ്. ഇതിൽ ആൻസറായിട്ട് വരുന്നത് എ ആണ്, റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ആണ്. GST പ്രോസസ്സിൽ ഈ ടാക്സ് പേയേഴ്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് GSTN പോർട്ടലിലൂടെയാണ്. അതിലുള്ള പ്രോസസ്സിംഗ് നടക്കുന്നതും GSTN പോർട്ടലിലാണ്. ബാക്കി ബി ആണെങ്കിൽ ഫിക്സിംഗ് ത്രഷോൾഡ് ലിമിറ്റ് ഓഫ് ടേൺ ഓവർ, അത് ഡിസൈഡ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്, അതുപോലെ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് GST കൗൺസിലാണ്. പിന്നെ പറയുന്നത് ഇൻവോയ്സിംഗ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് ഈ സർവീസ് പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ആൾ, സെല്ലേഴ്സ്, അവരാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതും ഇവിടെ ആൻസറായിട്ട് വരില്ല. ആൻസർ ഓപ്ഷൻ എ ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓരോ ആൻസറിനും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.